എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ടായിരുന്നു രാവിലെ എന്തായിരുന്നു അടുക്കളയിലൊരു ബഹളമെന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയാണ് അത് അമ്മയുടെ മോള് ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയതിൻ്റെ ബഹളമാണ്. മിക്കവാറും ഒരു 2-3 ദിവസത്തേക്ക് അത് കാണുമെന്ന് പറയുമ്പോൾ അതെന്തിനാ അവൾ അടുക്കളയിൽ കയറിയത്, മറ്റവൾ എവിടെ പോയി, ചത്തുപോയോ എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോഴേ കൃഷ്ണ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ഈ സംസാരം കൊണ്ട് തന്നെയാണ് അമ്മേനോടുള്ള റെസ്പെക്റ്റ് പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പറയുകയാണ് അലീന ചേച്ചിക്ക് നല്ല പനിയാണ്, അതുകൊണ്ടാണ് അലീന ചേച്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബബിതേച്ചി അടുക്കളയിൽ കയറിയത് എന്ന് പറയുമ്പോൾ അവൾക്ക് എന്നാത്തിൻ്റെ കേടാണ് ഇവിടുത്തെ വീട്ടുവേലക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അവൾക്ക് എക്സാം അല്ലേ, പഠിക്കണ്ടേ, ഇനിയിപ്പോൾ അവൾക്കും കൂടെ പനി വന്നിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു അലീന ചേച്ചിക്ക് കിട്ടിയത് രോഹിട്ടൻ്റെ കയ്യിൽ നിന്നാണ് എന്നും കൂടെ പറയുന്നുണ്ട്. ബബിതേച്ചിക്ക് കിട്ടുകയാണെങ്കിൽ അത് പണ്ടേ കിട്ടിയേനെന്നും പറയുന്നുണ്ട്. അവൾക്ക് അങ്ങനെ തന്നെ വേണം, അവളിങ്ങനെ വലിയ മദർ തെരേസ അങ്ങനെ ചമഞ്ഞ് നടക്കില്ലായിരുന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മദർ തെരേസ ഉള്ളതുകൊണ്ടാണ് അമ്മയുടെ മോൻ രണ്ടക്ഷരം വായ തുറന്ന് സംസാരിക്കാനും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാനും തുടങ്ങിയതെന്ന് പറയുമ്പോൾ, ഓ അവളില്ലായിരുന്നെങ്കിൽ പിന്നെ അവൻ വായ മൂടി കെട്ടി അങ്ങ് റൂമിലിരുന്നേനെന്നും പറയുന്നത്. ഒന്ന് പോടി അറിയട്ടെ, അപ്പോൾ ഞാൻ പോവായിരുന്നല്ലോ റൂമിലേക്ക്, അമ്മയല്ലേ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയത് എന്നും പറയുന്നുണ്ട് കൃഷ്ണമോള്. എന്നിട്ട് പിന്നീട് പറയുകയാണ് എന്തായാലും നീ അധികം അലീനയുടെ അടുത്തേക്കൊന്നും പോകാൻ നിൽക്കണ്ട, നിനക്കും കൂടെ പനി പകരും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. കൃഷ്ണമോള് പിന്നെ വൈജയനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത്തിൻ്റെ ബുക്കൊക്കെ പൊടി തട്ടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായാലും ബുക്കൊക്കെ എടുത്തിട്ട്, അപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ തട്ടി കുടഞ്ഞ് എടുക്കുമ്പോഴാണ് ബബിത അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ബബിതയാണെങ്കിലും റൂമിൽ കയറിയിട്ട് അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, എന്നെ കളിയാക്കി ചിരിക്കാനാണോ എന്ന്. അപ്പോൾ ഞാൻ ചിരിച്ചതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചത്, അതെല്ലാം കൂടെ ഒരു ചിരിയിൽ ഒതുക്കിയതാണ്, ഒന്നും പറയാതെ എന്ന് പറയട്ടോ. പിന്നെ എന്തിനാ അപ്പോൾ രോഹിത് അറിയുന്നുണ്ട് നിനക്ക് താഴെ പണിയൊന്നുമില്ലേ, നീ ഇപ്പം എന്നെ കളിയാക്കി ചിരിക്കാൻ വന്നതാണോ എന്ന്. നിനക്ക് കോളേജിലൊന്നും പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ ഈ ചോദിച്ചതിനെല്ലാം ഞാൻ ഉത്തരം തരാം, എനിക്ക് കോളേജിൽ പോകണം, പക്ഷേ രോഹിയേട്ടൻ്റെ കെയറർക്ക് നല്ല പനിയാണ്, അലീന ചേച്ചീനെ ആരെങ്കിലും ഉത്തരവാദിത്തത്തോടു കൂടി നോക്കാനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കോളേജിലേക്ക് പോയിക്കോളാം, അതുപോലെ തന്നെ കൃഷ്ണയ്ക്ക് ഡാൻസ് ക്ലാസ്സിനും പോകണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ രോഹിത് ചോദിക്കുന്നുണ്ട് എങ്ങനെ അലീന ചേച്ചിക്ക് പനി വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിയേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരോട് കോളേജിലേക്കൊക്കെ പോകാൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നോക്കിക്കോളാം അലീന ചേച്ചീനെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രോഹി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. അപ്പം ബബിതയാണെങ്കിലും കളിയാക്കുന്നുണ്ട്, നമ്മൾ വണ്ടി കുത്തി എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിലും നമ്മളെ നോക്കാൻ ആരുമില്ല, ഇപ്പോൾ ഒരു ചെറിയ പനി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഓടുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ദേ ബബി എന്ന് പറഞ്ഞിട്ട് രോഹിത്തും കളിയായിട്ട് പറഞ്ഞിട്ട് താഴേക്ക് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് അലീനയുടെ അടുത്തേക്ക് ചെല്ലും. അലീന നല്ല ഉറക്കമാണ് കേട്ടോ. നെറ്റിയിൽ കൈ വെച്ച് നോക്കിയിട്ട് ചൂടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ പനി തുടങ്ങി കാണും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബബിതയും കൈയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അച്ഛൻ എന്തായാലും ഡോക്ടറെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടാണ് ഡോക്ടർ വരുന്നതെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നീട് ചുക്കാപ്പി അവിടെ ഉണ്ടാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്, അതും തണുപ്പിക്കാതെ കൊടുത്തേക്കണം, തണുത്ത ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്, അതും കഴിപ്പിച്ചോണം എന്ന് പറഞ്ഞിട്ടാട്ടോ ബബിത മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ രോഹിത് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറയും. ബബിത അവിടെ നിന്ന് പോകുന്ന സമയത്ത് അലീനയോട് രോഹിത് കാപ്പി കുടിച്ചിട്ട് കിടക്കാൻ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾ ഉണ്ടാക്കിയതല്ലേ, ഇനിയിപ്പോൾ അത് കുടിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വേറെ കേൾക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും എണീറ്റിരിക്കാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രോഹിത്താണെങ്കിലും എഴുന്നേൽക്കാനൊക്കെ ഇങ്ങനെ അലീനേനെ പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തലേണയൊക്കെ ചാരി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാപ്പി എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ് ബബിത ഉണ്ടാക്കിയതാണ്, എങ്ങനെയുണ്ടെന്ന് ദൈവം തമ്പുരാൻ അറിയാമെന്ന് പറയുമ്പോൾ അലീന അത് കുടിച്ച് നോക്കിയിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് രോഹിത് ഇങ്ങനെ അലീനയോട് സംസാരിക്കുകയാണ് കേട്ടോ, ഇനിയിപ്പോൾ ഈ സ്നേഹത്തിന് മുന്നിൽ അമ്മ കൂടെ ഇങ്ങനെ തോറ്റു തന്നാൽ മതിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അമ്മ കൂടെ ആ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശരിയാവുമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറയുമ്പോൾ അലീനയാണെങ്കിലും ഒരു ചെറിയ ചിരിയിൽ അതങ്ങ് ഒതുക്കൂട്ടോ. അലീനയ്ക്ക് നന്നായിട്ട് അറിയാലോ വൈജയുടെ സ്വഭാവം പെട്ടെന്നൊന്നും മാറാൻ സാധ്യതയില്ല എന്നുള്ളത്. പിന്നീട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ സിറ്റ് ഔട്ടിൽ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ടായിരുന്നേ. ഡോക്ടർ ഇറങ്ങി വന്നിട്ട് ചോദിക്കും, കഴിഞ്ഞ ആഴ്ചയല്ലേ ഇവിടെ നിങ്ങളുടെ മകനെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നത്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റില്ലേ, വരാൻ എന്താ മടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്നാൽ പല ടെസ്റ്റുകളും ഉണ്ടാവുമല്ലോ, ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം നടക്കുമല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇട്ടൊരു കൊട്ടാണല്ലോ എന്നും പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഡോക്ടർ വന്നു പറഞ്ഞിട്ട് അലീനയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അലീന നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ. ഡോക്ടർ വന്ന് പരിശോധിക്കുന്ന സമയത്താണ് അലീന ഉണരുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ അലീനനെ നോക്കും, അതുപോലെ തന്നെ പനിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് തെർമോമീറ്റർ വെച്ചിട്ട്. എന്നിട്ട് പിന്നെ വൈറൽ പനിയാണ്, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, മരുന്ന് കഴിച്ചാലും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ വരാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ മരുന്ന് എഴുതുന്നുണ്ട്, അത് കഴിച്ചാലും മതി എന്ന് പറയൂ കേട്ടോ. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോളൊക്കെ പോകാൻ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ ഡോക്ടർ അവരെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് ആളുണ്ടല്ലോ, അപ്പോൾ റെസ്റ്റ് എടുക്കാമല്ലോ, നന്നായിട്ട് റെസ്റ്റ് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഡോക്ടർ പോകുന്നത്. അലീനയോടും പറയുന്നുണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്ന്. പിന്നീട് ഡോക്ടർ അങ്ങ് പോയി കഴിയുന്ന സമയത്ത് ബബിതയാണെങ്കിലും രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ, എന്തായാലും അലീന ചേച്ചിയുടെ കാര്യമൊക്കെ നന്നായിട്ട് നോക്കിക്കോണം, ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ നിൽക്കരുത്, ഫുഡൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആദ്യം മരുന്ന് കൊടുത്തിട്ട് ഫുഡ് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അവർ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, ഞാനിവിടെ ഹാർട്ട് അറ്റാക്കായി ഇങ്ങനെ കിടന്ന സമയത്ത് എന്നെ നോക്കാൻ ആരുമില്ലായിരുന്നു, ഇപ്പോൾ ഒരാൾ കുഞ്ഞു പനിയായിട്ട് കിടന്നപ്പോൾ എത്ര പേരാ VIP ട്രീറ്റ്മെൻ്റ് ആണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ ബൈസ്റ്റാൻഡർമാരെ കൊണ്ട് ഇപ്പോൾ തട്ടിയിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണെന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ ബബിത പറയും ഞാൻ പോവുകയാണ് എന്ന് പറയേ, എന്നിട്ട് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അവരങ്ങ് പോവും. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും കളിയാക്കിക്കൊണ്ട് ബാലേന്ദ്രനോട് പറയാണ്, അച്ഛാ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്, അതൊന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും കൈ പൊക്കി ഇങ്ങനെ അതുപോലെ കൃഷ്ണനെ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് കൃഷ്ണയാണെങ്കിലും മെല്ലെ ആ കൈ അങ്ങ് തട്ടിയിട്ട് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കളിയായിട്ടാണ് കാണിക്കുന്നത് എങ്കിലും ഭയങ്കര രസമുണ്ട് ആ സീനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് അവർ പോയി കഴിയുമ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ട്, എനിക്കൊന്ന് കടയിലേക്ക് പോകണമായിരുന്നു, നീ ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുമോ എന്ന് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ, അച്ഛൻ പോയിക്കോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയുടെ നെറ്റിയിലൊക്കെ ഒന്ന് കൈവച്ച് നോക്കിയിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും കടയിലേക്ക് പോയി വരാട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് പോവും. അപ്പോൾ രോഹിത്ത് അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മനുവിനെയാണ് കാണിക്കുന്നത്. മനു എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ബാലചന്ദ്രൻ വിളിക്കുന്നത്, വേറൊരു കോളിലായിരുന്നു കേട്ടോ മനു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്തിട്ട് തിരിച്ച് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അങ്കിളെ വിളിച്ചത് നോക്കിയാൽ ബാലചന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത ആഴ്ച വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറയുമ്പോൾ, നീ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ, എന്നാൽ പോയിക്കോ, ഞാൻ തിരിച്ച് വന്നിട്ട് വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് പറയുമെങ്കിലേ, അങ്കിള് ഒരു കാര്യമില്ലാതെ എന്നെ വിളിക്കില്ല എന്നറിയാലോ എന്ന് പറയേ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് പനി, അതൊന്ന് വിളിച്ചറിയിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയും. ഇനിയിപ്പോൾ പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ടല്ലോ, അതുകൊണ്ട് അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയുമ്പോൾ, ആർക്കാ പനി, വൈജാന്റിക്കാണോ എന്ന് നോക്കിയേ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പനി വന്നിട്ട് നിന്നെ ഞാൻ എന്നേലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ, അലീനയ്ക്കാണോ പനി എന്ന് നോക്കും കേട്ടോ. അപ്പോൾ അതിപ്പോഴാണോ നിനക്ക് മനസ്സിലായത്, വെറുതെ അല്ല നിന്നെ അവളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരിക എന്ന് പറയേ. അപ്പോൾ നിനക്ക് എറണാകുളത്തിന് പോകണ്ടേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ ചെറുതായിട്ടൊന്ന് കളിയാക്കിക്കൊണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഞാനതൊക്കെ മാറ്റി വെച്ചു, അങ്ങോട്ടേക്ക് വരികയാണെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, എന്നാൽ നിൻ്റെ ഫോണിലേക്കൊരു പ്രിസ്ക്രിപ്ഷൻ്റെ നോട്ട് അയച്ചിട്ടുണ്ട്, ആ മരുന്നും കൂടെ വാങ്ങിച്ച് വന്നോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നെ വിളിച്ചത് ഇങ്ങനെ മരുന്ന് ഡെലിവറി ചെയ്യാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു നീ വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് പറയും. എന്നിട്ട് കോള് കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് മനു അലീനേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന നല്ല ഉറക്കത്തിലായതുകൊണ്ട് രോഹിത്താണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. അപ്പോൾ രോഹിത്താണോടാന്ന് ചോദിക്കും. അപ്പോൾ അലീനയുടെ പനിയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, നല്ല ക്ഷീണമുണ്ട് എന്ന് തോന്നുന്നുണ്ട്, നല്ല ഉറക്കത്തിലാണെന്ന് പറയുകയെ. അപ്പോൾ മനുവേട്ടൻ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്കിള് വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്നൊക്കെ രോഹിത്തിനോടും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും പിന്നീട് അലീന ഉണർന്നിട്ട് വെള്ളം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ളം എന്ന് പറയും. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് ഞാനിപ്പോൾ എടുത്ത് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് മനു വിളിച്ച കാര്യം കൂടെ അലീനയോട് പറയുകയാണ് കേട്ടോ. ചേച്ചിയുടെ ഫോണിലേക്ക് മനുവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്ത് അവിടുന്ന് വെള്ളം എടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ രോഹിത്താണ് ചെന്ന് ഡോറ് തുറന്ന് കൊടുക്കുന്നത്. അപ്പോൾ മനു ആണെങ്കിൽ മരുന്നെടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നേ. കാറിൽ നിന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് മനു വീണ്ടും തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ രോഹിത്ത് കാണുന്നത്. അപ്പോൾ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് മനുവേട്ടൻ കയറാതെ പോവാണെന്ന് നോക്കുമ്പോൾ, അല്ലടാ ഒരു സാധനം എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ആ മരുന്നിൻ്റെ കവർ എടുത്തുകൊണ്ട് മനു വീണ്ടും തിരിച്ച് കയറി വരികയാണ്. എന്നിട്ട് രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. രോഹിത്താണെങ്കിലും ആ മരുന്നിൻ്റെ കവർ പിടിച്ച് നോക്കി
നോക്കിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ മനുവേട്ടാ നല്ല വെയിറ്റ് ഉണ്ടല്ലോ, മരുന്ന് എക്സ്ട്രാ വാങ്ങിച്ചോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് പോടാ അവിടെ നിന്ന് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് മനു പറയുകയും ചെയ്യുകയാണ്. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേടാന്ന്. അപ്പം അതെന്താ മനുവേട്ട അങ്ങനെ ചോദിച്ചതെന്ന് രോഹിത് ചോദിക്കുമ്പോൾ മനു ഇങ്ങനെ പറയുകയാണ്, അന്ന് ഞാൻ നിന്നെ ലാസ്റ്റ് കണ്ട സമയത്ത് നീ ഇങ്ങനെ വേറൊരു അവസ്ഥയിലായിരുന്നല്ലോ, എന്താ അതിന് പറയുക എന്നിങ്ങനെ രോഹിത്തിനോട് തന്നെ ചോദിക്കുമ്പോൾ രോഹിത് പറയുകയാണ്, അതെ, ഒരു ജീവനില്ലാത്ത അവസ്ഥയിലായിരുന്നു അല്ലേ മനുവേട്ടാന്ന് ചോദിക്കുമ്പോൾ മനു അത് സമ്മതിക്കുകയാണ് കേട്ടോ. എൻ്റെ ജീവൻ തിരിച്ച് പിടിച്ചുകൊണ്ട് വന്നത് അലീന ചേച്ചിയാണ്. ഞാൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇനി ഒരുപാട് കാര്യങ്ങൾ പാസ്സാവാനുണ്ട് എന്ന് പറയുമ്പോൾ നീയും ഇങ്ങനെ ഫിലോസഫി പറയാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അലീനയാണല്ലോ അങ്ങനെ പറയാറുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ മനു അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ മനുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, പോട്ടെ സാരമില്ലടാ, എന്തായാലും നമുക്കിങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിരുന്ന സമയത്തെ നമ്മൾ അതിൽ നിന്ന് പിടിച്ച് കയറുമ്പോൾ അതായിരിക്കും നമ്മുടെ ടേണിംഗ് പോയിൻ്റ്. കുഴപ്പമില്ല, എല്ലാ തെറ്റും മനസ്സിലാക്കി ഹരിയും ഇങ്ങനെ നല്ല രീതിയിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പോട്ടെ. അപ്പോൾ രോഹിതാണെങ്കിലും മനുവിനോട് സോറി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് രോഹിതിനോട് ഈ കാര്യങ്ങളെല്ലാം മനു പറയുന്നത്. പോട്ടെടാ സാരമില്ല, ചിലപ്പോൾ കണ്ണന്തിരിവ് കാണിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതാണ്, നീ വാ എന്ന് പറഞ്ഞിട്ട് രോഹിതിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവേ. പിന്നീട് അലീനയുടെ അടുത്തേക്കാട്ടോ ചെല്ലുന്നത്. അലീനയാണെങ്കിലും സമയത്ത് ഉണർന്ന് കിടക്കാനായിട്ട് മനുവിനെ കാണുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിലും മനുവേട്ടനോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് രോഹിത് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അപ്പോൾ മനുവാണെങ്കിലും അലീനയുടെ അടുത്തേക്ക് സ്റ്റൂളൊക്കെ വലിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, നീ അങ്ങ് വീണ് പോയോ എന്ന് ചോദിക്കുമ്പോൾ അതേ, രാവിലെ എണീറ്റപ്പോൾ മുതൽ പെരുവിരൽ തൊട്ട് എന്തെന്ന് അറിയാത്ത വല്ലാത്തൊരു വേദനയാണ്, ദേഹം മൊത്തം ഭയങ്കര വേദനയാണെന്ന് പറയുമ്പോൾ വൈറൽ പനിയല്ലേ, അത് എനിക്കറിയാവുന്ന കാര്യമാണ്, നമ്മളിങ്ങനെ പഴുക്കാൻ വെച്ച പോലെ എല്ലായിടത്തും നല്ല വേദനയായിരിക്കും, മാറാൻ കുറച്ച് സമയമെടുക്കും, ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അലീനയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കിയിട്ട് ഒരു 102 ഡിഗ്രിയെങ്കിലും പനി കാണുമെന്ന് പറയുമ്പോൾ അതെ ശരിയാണ് മനുവേട്ട, 102 ഡിഗ്രി പനിയുണ്ട്, തെർമോമീറ്റർ വെച്ച് നോക്കിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീന എണീറ്റിരിക്കുമ്പോൾ അലീനയ്ക്ക് തലേണയൊക്കെ ചാരി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും 2 ആഴ്ച കിടക്കുമെന്ന് പറയുമ്പോൾ നിന്നെ ഇപ്പോൾ നോക്കാൻ ഇവിടെ ആളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതെ, എന്നെ നോക്കാൻ ഇപ്പോൾ 4 പേരുണ്ട്, കൃഷ്ണമോളും അച്ഛനും ബബിതയും രോഹിത്തും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ രോഹിത്തിനെ നീ മയക്കിയെടുത്തു അല്ലേ എന്ന് പറയുമ്പോൾ അതെ, സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ച് കിട്ടും, അതെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരാളെ മാത്രം നിൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അല്ലേ വൈജ മാഡത്തിനെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ചെറിയൊരു സങ്കടമൊക്കെ ആവുന്നുണ്ട്. എന്തായാലും ബാക്കി അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, 3 മക്കളെയും ഞാനിങ്ങ് എടുത്തു എന്ന് പറയുകയാണ്. അപ്പോൾ നല്ല കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്, സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ച് കിട്ടുമെന്നൊക്കെ അലീന പറയുന്ന സമയത്ത് ഞാനും കൊടുക്കുന്നുണ്ട് സ്നേഹം, പക്ഷേ തിരിച്ച് കിട്ടുന്നില്ല എന്നിങ്ങനെ ഒരു പരിഭവത്തിൽ പറയുമ്പോൾ അത് ഒരു പരാതിയോ പരിഭവമൊക്കെ ആണല്ലോ മനുവേട്ട എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെ വേണേലും എടുക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ സ്നേഹം തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മനു എന്നും പറയുന്നുണ്ട്. പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, മനുവേട്ടൻ എന്നെ ചോദിക്കുകയാണ്, മനുവേട്ടൻ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മനുവേട്ടൻ വരുന്നത് എനിക്കൊരു വലിയ ആശ്വാസം തന്നെയാണ് എന്നൊക്കെ അലീന മനുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രമോലും മനു പറയുന്നുണ്ടായിരുന്നു അലീനയോട്, ചില മൃഗങ്ങളുണ്ടല്ലോ, ചില വന്യമൃഗങ്ങളെ നമ്മൾ എത്ര സ്നേഹം കൊടുത്ത് മെരുക്കിയെടുക്കാൻ അങ്ങനെ ശ്രമിച്ചാലും അത് നമ്മുടെ വഴിക്ക് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വൈജീനെ പറ്റിയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ബബിത കോളേജിൽ നിന്ന് വരുമ്പോൾ മനു വന്ന കാര്യമൊക്കെ രോഹിത് പറയുമ്പോൾ മനുവേട്ടൻ വന്നെങ്കിൽ ഇപ്പോൾ പനി ഏറെക്കുറെ മാറിക്കാണല്ലോ എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് ബബിത പറയുന്നു. അതൊക്കെ കഴിഞ്ഞ് അലീനയുടെ ദേഹം മൊത്തം തുടച്ചു കൊടുത്ത് അലീനയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ബബിതേനെയും കാണിക്കുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞു, അതാണ് ഇപ്പോൾ അവർ നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നതെന്നൊക്കെ അലീനയോട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പറയുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ച്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്